സോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. ഞാൻ ബ്രില്യൻറ്റിൽ പോയേക്കുമായിരുന്നു ജെഇ അഡ്വാൻസ്ഡിന്റെ ബാച്ചില്. അപ്പം ഞാൻ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാഴ്ചയായി പോയിട്ട്. ഇന്നിപ്പോ ഞാൻ വീട്ടില് ജസ്റ്റ് വന്നതാ. വെള്ളിയാഴ്ച വൈകിട്ട് വന്നിട്ട് സൺഡേ തിരിച്ചു പോകാന്ന് വെച്ചിട്ട് ഇന്നിപ്പോ സാറ്റർഡേ ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇങ്ങനെ വരാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാം മിസ്സിന്റെ അടുത്ത് പറഞ്ഞ് സെറ്റാക്കി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അടുത്ത ശനിയാഴ്ച ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ ഇനി വരാൻ നടക്കത്തില്ല. അപ്പൊ എന്തായാലും ഈ ശനിയാഴ്ച വരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഒരാഴ്ചത്തെ എക്സ്പീരിയൻസ് ചെറുതായിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് മെസ്സേജസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതുപോലെ യൂട്യൂബിലാണെങ്കിലും ബ്രില്യന്റിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഈ ഒരു 1 വീക്ക് കൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പൊ ഞാനാണെങ്കിലും പുതിയതായിട്ട് പോകുന്ന ഒരാളല്ലേ. അപ്പൊ എനിക്ക് ഒരുപാട് സംശയങ്ങളും ടെൻഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ ഒരാഴ്ച ആയി കഴിഞ്ഞപ്പോ ഏകദേശം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പിടികിട്ടാൻ തുടങ്ങി. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സൺഡേ ആണ് പോകുന്നത്. നമുക്ക് 7-ാം തീയതി 8-ാം തീയതി അവിടെ ചെല്ലാനാണ് പറഞ്ഞത്. 9-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ 8-ാം തീയതിയാണ് ചെന്നത്. അപ്പൊ 8-ാം തീയതി വൈകിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. ഇവിടുന്ന് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ട്രാവലാണ് മാക്സിമം അവിടോട്ടുള്ളൂ. മുത്തോളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായത്. അപ്പം ഒരു ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടെല്ലാം ബ്രില്യന്റിന്റെ ഹോസ്റ്റൽസോ അതൊക്കെ തന്നെയാണ്. വലിയ ദൂരമൊന്നുമില്ല അവിടെ നിന്ന് അങ്ങോട്ട് വരും. അപ്പം ഞാൻ ചെന്നു. എനിക്ക് കിട്ടിയത് ബ്ലൂബെൽസ് ഹോസ്റ്റലാണ്. അപ്പം ഞാൻ പറയട്ടെ, ഈ IIT ബാച്ചിന് ബ്ലൂബെൽസ്, ഗ്രീൻ പാർക്ക്, പിന്നെ ഡാലിയ, ഇങ്ങനെ 3 ഹോസ്റ്റലാണ് ഈ വട്ടം ഗേൾസിനുള്ളത്. അതുപോലെ ബോയ്സിനാണെങ്കിൽ നെല്ലിപ്പുഴ, പിന്നെ ലിബർട്ടി ആർക്കേഡ് ഒരെണ്ണം കൂടെ ഉണ്ട്. മറന്നു, പല ഹൗസ് ആണോ ആന്ന് തോന്നുന്നു. ഈ 3 എണ്ണമാണുള്ളത്. അപ്പം 2 കൂട്ടർക്കും 3 ഹോസ്റ്റൽസ് വീതമാണ് ജെഇ IIT ബാച്ചിന് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ബ്ലൂബെൽസ് ഹോസ്റ്റലിലാണ്. ഒരു ബ്ലൂ കളർ ഹോസ്റ്റലാണ്. നമ്മുടെ ഡി ബ്ലോക്കിന്റെയും അതുപോലെ മെയിൻ ബ്ലോക്കിന്റെയും കറക്റ്റ് ഇടയ്ക്കായിട്ട് വരും. ഇത് രണ്ടും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. അപ്പം അതിന്റെ ഏകദേശം നടുക്കായിട്ട് വരും ഇത് ഞങ്ങളുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്റ്റലിന്റെ കാര്യങ്ങൾ പറയാം. ഞാൻ അപ്പൊ 8-ാം തീയതിയാണ് അവിടെ ചെന്നത്. 8-ാം തീയതി ചെന്നിട്ട് നമ്മളിപ്പോ മിസ് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോട്ട് ഇട്ടാണ് റൂം എടുക്കുന്നത്. അപ്പൊ തന്നെ എനിക്കൊരു ടെൻഷൻ, സിംഗിൾ ഇട്ടോ. അപ്പൊ എത്രയൊക്കെ പിള്ളേരുള്ള റൂം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഡബിൾ, ട്രിപ്പിൾ, പിന്നെ 4 പേരുള്ള അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സിംഗിൾ വേണമെന്നൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് സിംഗിൾ വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം ഇനി ലോട്ടിട്ട് എടുക്കുമ്പം ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ എന്തോ കിട്ടുന്നതെന്ന് തന്നെയുള്ള ഒരു വേവലാതിയിലാണ് ഞാൻ ശരിക്കും പോയത്. ശരിക്കും എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു മൂഡ് ആൻഡ് ആംബിയൻസ് അത് ഉണ്ടെങ്കിൽ ഞാൻ പഠിച്ചോളൂ. അതുപോലെ നല്ല ഫുഡ്, അതായിരുന്നു എൻ്റെ മെയിൻ ആയിട്ട് കൺസേൺ. വേറെ ഇപ്പം അടുത്തടുത്ത ജില്ലകളായതുകൊണ്ട് വലിയ ടേസ്റ്റ് വ്യത്യാസം ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് ശീലിച്ചിട്ട് വേറെ ഒരിടത്തോട്ട്, അത് ഹോസ്റ്റൽ പോലത്തെ ഒരിടത്തോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഫുഡ്, നമ്മൾ 1 വർഷം അവിടെ താമസിക്കേണ്ടില്ലേ. അപ്പൊ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നു, ലോട്ട് എടുക്കാൻ ചെന്നു. നമ്മളിപ്പോ ആദ്യം ഈ ഫില്ല് ചെയ്ത് കൊടുക്കണം, ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. നമ്മുടെ പേര്, പേരൻസിന്റെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ഫോം ഫില്ല് ചെയ്യണമായിരുന്നു. പിന്നെ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് അകത്തോട്ട് ഓഫീസിലോട്ട് ചെന്നു. എന്നിട്ട് മിസ് പറഞ്ഞു ഒരു ലോട്ട് എടുത്തോളാം. എന്നിട്ട് ലോട്ടിട്ടാണ് റൂം എടുക്കുന്നത്. അപ്പം ഒരു ലോട്ട് എടുത്തോളാം പറഞ്ഞിട്ട് ഒരു കുപ്പി തന്നു. ഞാനാണെങ്കിൽ അതിൽ നിന്ന് കേട്ട് ഒരു പ്രാർത്ഥിച്ചൊരു ലോട്ട് എടുത്തു. എനിക്ക് 7B1 എന്ന് പറഞ്ഞ റൂമാണ് കിട്ടിയത്. അപ്പൊ ഞാൻ ചോദിച്ചു മിസ് ചെയ്ത് എത്ര പേരുള്ള റൂമാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇതൊരു ഫ്ലാറ്റ് ആണ്. റൂംസ് എല്ലാം ഫ്ലാറ്റ് സിസ്റ്റം ആണ്. എന്നുവെച്ചാൽ ഒരു ഹോള് കാണും. ഹോളെന്ന് പറഞ്ഞാൽ വലിയ ഹോളൊന്നുമല്ല, ഒരു ഹോള്, സ്റ്റഡി ഹോള് പോലെ. അവിടെ നമ്മുടെ അലമാരയൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. എൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ വീഡിയോ കൊടുത്തേക്കാം, മേ ബി ലാസ്റ്റ് ആയിരിക്കും. അപ്പം ഒരു ഫ്ലാറ്റ്, പിന്നെ 2 റൂം, ഒരു ബാത്റൂം. അതാണ് ഒരു ഹോള്, 2 റൂം, ഒരു ബാത്റൂം. അങ്ങനെയാണ് വന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ 3 പേരുള്ള റൂമാണ് എനിക്ക് അലോട്ട് ചെയ്തേക്കുന്നത്. അതില് 3 പേരുള്ളതിൽ എനിക്ക് സിംഗിൾ റൂമാണ്. അപ്പൊ തന്നെ എന്റെ പകുതി ജീവൻ തിരിച്ചു കിട്ടി. 3 പേര്. അപ്പൊ അപ്പുറത്തെ മുറിയിൽ എന്ന് വെച്ചാൽ 2 പേര്, എന്റെ റൂം ഞാൻ ഒറ്റയ്ക്ക്. അങ്ങനെയാണ് സംഭവം. അപ്പുറത്തെ റൂം എന്നൊക്കെ പറയുമ്പോൾ വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല കേട്ടോ. എന്റെ കഥ തുറന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ അവരുടെ റൂമാണ്, റൂമിന്റെ കഥ കാണുന്നത്. അങ്ങനെ നേരെ നോക്കി. അപ്പൊ അങ്ങനെയാണ് റൂം. പിന്നെ ഞാൻ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു കബോർഡ് കാണും. നമ്മുടെ 7B1, ഇപ്പൊ എന്റെ ആണെങ്കിൽ 7B1 എന്ന് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. എന്റെ ഒരു ഫുൾ കബോർഡിന്റെ ഒരു സൈഡ് ഒരാൾക്ക്, ഒരു സൈഡ് ഒരാൾക്ക്, താഴെ 2 സൈഡ് ഒരാൾക്ക്, അങ്ങനെയാണ്. അപ്പം എന്റെ 7B1 എന്ന് പറഞ്ഞിട്ട് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അതാണ് എന്റെ കബോർഡ് എന്ന് പറഞ്ഞു. പിന്നെ എന്റെ റൂമിൽ തന്നെയാണ് സ്റ്റഡി ടേബിൾ വരുന്നത്. മറ്റേ അവരുടെ 2 പേരെ ഇവിടെ ഹോളിലാണ് സ്റ്റഡി ടേബിൾ വരുന്നത്. വേറെ ഒന്നുമില്ല. പിന്നെ കട്ടില്, ഒരു
അതത്രേ ഉള്ളൂ, ഒരു ചെയർ. ഇത്രയും സംഭവങ്ങൾ നമ്മുടെ ഹോസ്റ്റലിലുണ്ടായിരുന്നു, ബാക്കിയെല്ലാം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ. അപ്പം ഞാൻ ചെന്നു, എനിക്ക് ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ ചെറിയ റൂമായിട്ടൊക്കെ തോന്നി, പക്ഷേ നല്ല എല്ലാം വെക്കാൻ ഉള്ള സ്പേസ് ഉണ്ട്, എല്ലാം ഉള്ള ഒരു അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു. അപ്പൊ നമ്മൾ മെത്ത കൊണ്ട് ആദ്യമേ ഇട്ടു, പിന്നെ എല്ലാം അടുക്കി റെഡിയാക്കി ഇറക്കി. അപ്പം പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഉച്ചയ്ക്കും രാത്രി ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. അപ്പൊ ഉച്ചയ്ക്ക് എന്തോ സാമ്പാർ, മോരുകറി, ഒരു തോരൻ, എനിക്കൊന്ന് ചിക്കൻ വറുത്താന്ന്. അതത്രയായിരുന്നു. രാത്രി എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് കൊണ്ട് ഓർമ്മയില്ല. വൈകിട്ട് ചായ, കോഫി, പിന്നെ ഒരു ഇതുണ്ട്, കടിയുണ്ട്. അപ്പൊ അന്ന് പഴംപൊരിയായിരുന്നു തോന്നുന്നു. പിന്നെ രാത്രി ചപ്പാത്തിയാണോ പൊറോട്ടയാണോ അങ്ങനെ എന്തോ ഒരു സംഭവം, ചപ്പാത്തി പൊറോട്ട. പിറ്റേന്ന് അപ്പവും, രാവിലെ അപ്പവും കടലക്കറിയൊക്കെയായിരുന്നു. അപ്പം ഈ മെനുവിന്റെ കാര്യം പറയുവാണെങ്കിൽ, ഈ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു 1 വർഷം ഫുൾ ഒരു മെനു തന്നെയാണെന്ന് പറഞ്ഞു. അതായത് ഇപ്പൊ ഇന്ന് മൺഡേ എന്താണോ അടുത്ത ആഴ്ച മൺഡേ അത് തന്നെ ആയിരിക്കും. അങ്ങനെ എല്ലാ മൺഡേ എങ്ങനെ ആയിരിക്കും, അങ്ങനെയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പൊ എന്താ, ഞാൻ എന്നിട്ട് അന്ന് ഫുഡ് കഴിച്ചു, കിടന്നു. പിറ്റേന്ന് അപ്പം നമ്മൾക്ക് രാത്രി ബാച്ചസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി ഇന്ന റൂമിൽ പോകണം, ഇന്ന റൂമിലാണ് നമ്മുടെ ക്ലാസ് നടക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് 303 ആയിരുന്നു റൂം വന്നേ, എന്റെ ബാച്ച്. അപ്പം നമ്മുടെ ഹോസ്റ്റലിലുള്ള പിള്ളേർ തന്നെ പല 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 ബാച്ചിലായിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പം നമ്മുടെ ക്ലാസ് മിക്സ്ഡ് അല്ല, നമ്മുടെ ക്ലാസ് ഗേൾസ് ഒള്ളിയാണ്. റൂംമേറ്റിന്റെ ക്ലാസ് വരുന്ന മിക്സ്ഡാണ്. അപ്പം അങ്ങനെ എന്നിട്ടാണെങ്കിൽ എന്തുവാ, പിറ്റേന്ന് ക്ലാസ്സിൽ പോകേണ്ടത് രാവിലെ 8:30 8:30 or 8 മണി, 8:30 ആ ഒരു സമയത്തായിരുന്നു പോകണ്ടേ. പിന്നെ വൈകിട്ട് 4:30 or 4 മണി, ആ ഒരു സമയം വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഹോസ്റ്റൽ അടുത്തുള്ളവർക്കെല്ലാം അവിടെ ഹോസ്റ്റലിൽ ചെന്നാൽ മതി. ഹോസ്റ്റൽ അടുത്തായതുകൊണ്ട് അവിടെ നിന്ന് നടന്ന് ഇപ്പുറത്ത് വരണം. കുറച്ച് ദൂരമുള്ളതൊക്കെ, വളരെ കുറച്ച് ദൂരമുള്ളതൊക്കെ. അപ്പം നമ്മൾ ഉച്ചയാകുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ബ്രില്യന്റിൽ നിന്ന് നടന്ന് ഹോസ്റ്റലിൽ വന്ന് ഫുഡ് കഴിക്കും. എന്നിട്ട് തിരിച്ച് കുറച്ച് സമയം നമുക്ക് കിട്ടും, ചുമ്മാ ഇരിക്കാൻ കുറച്ച് സമയം കിട്ടും. അപ്പം ഫോണിന്റെ കാര്യം പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു വീക്ക് നമുക്ക് ഫോൺ നമ്മുടെ കൈ കാണും. അപ്പം ഈ ഒരാഴ്ച എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഫുൾ ടൈം ഫോൺ. ഇപ്പം നമ്മൾ ചെന്ന് കഴിയുമ്പോൾ മൺഡേ തൊട്ടായിരിക്കും മേടിച്ചു വെക്കും, വാർഡന്റെ കയ്യിലായിരിക്കും. പിന്നെ വീക്ക്ലി 3 days 1 hour ചെയ്തെന്നാണ് പറഞ്ഞത്, അങ്ങനെ തരും. പിന്നെ നമുക്ക് പ്ലഗ് പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ, അവിടെ തന്നെ ഉണ്ട് സോക്കറ്റ്, അവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്തുവാ, എൻ്റെ ബെഡിൻ്റെ അടുത്താണ്, പലയിടത്തായിരിക്കും ബെഡിൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ ലാപ്ടോപ്പ് കൊണ്ടുപോയതുകൊണ്ട് നീളം ഉണ്ടല്ലോ വയറിന്, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, കുത്തിയൊക്കെ ഇടാൻ സൗകര്യമൊക്കെ ഉണ്ട്. ടാബ് വേണ്ടവർക്ക് ടാബ് അവിടെ നിന്ന് മേടിക്കും. ഞാൻ ലാപ്ടോപ്പ് കൊണ്ടുപോയിട്ട് അത് കസ്റ്റമൈസ് ചെയ്യാന്ന് വിചാരിക്കും. പിന്നെ നല്ല റൂമാണെങ്കിലും നല്ലതാണ്, ഈ ഫുഡ് ആണെങ്കിലും നല്ലതാണ്. പിന്നെ അവിടെയുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും, അതേ ഉള്ളൂ എനിക്ക് തോന്നിയൊരു കുഴപ്പം. വലിയ ടേസ്റ്റ്, വൃത്തിയുടെ ടേസ്റ്റ് ഒന്നുമല്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ. നമുക്കിപ്പോൾ ആദ്യത്തെ ദിവസം ചിക്കൻ തന്നു, രണ്ടാമത്തെ ദിവസം ചിക്കൻ തന്നു, 3rd day മീനായിരുന്നു, അതിന്റെ പിറ്റേന്ന് മുട്ടയായിരുന്നു, ഇന്നലെ ചിക്കൻ ആയിരുന്നു. ഇന്നലെ മീൻസ് വെള്ളിയാഴ്ച ചിക്കൻ ആയിരുന്നു. അപ്പം വെള്ളിയാഴ്ച ചിക്കൻ ഇല്ല കേട്ടോ, വെള്ളിയാഴ്ച നോൺ വെജ് ഇല്ല എന്നാ പറഞ്ഞത്, സോറി വെള്ളിയാഴ്ച നോൺ വെജ് ഇല്ല, ബാക്കി എല്ലാ ദിവസം നോൺ വെജ് ഉണ്ട്, അങ്ങനെയായിരുന്നു. അപ്പം ചിക്കൻ കറി, എന്തുവാ ചിക്കൻ ഫ്രൈ, അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാഴ്ച കൊണ്ട് നമുക്ക് അതിനോടുള്ളൊരു കമ്പം അങ്ങ് പോയി. നമുക്കങ്ങനെ ചിക്കൻ കഴിച്ച് മടുക്കുന്നതല്ലല്ലോ. പക്ഷെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ അതിനോടുള്ള ഒരു താല്പര്യം എപ്പോഴും കഴിക്കുന്നതുകൊണ്ട് ഒരു ചേഞ്ച് വേണമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ എന്നും ഉച്ചയ്ക്ക് സാമ്പാർ ആൻഡ് മോരുകറി അതുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അതായിരിക്കും ഒഴിച്ചറിയായിട്ടുള്ളത്. ബാക്കി ഒരു തോരനും കാണും എപ്പോഴും കേട്ടോ. ഒരു ദിവസം ഒരു ക്യാബേജ് തോരൻ തന്നു, ഒരു ദിവസം ഒരു പയർ വെച്ചിട്ടുള്ള ഒരു തോരൻ തന്നു, പിന്നെ ഒരു ദിവസം ഒരു ക്യാരറ്റും എന്തോ കൊണ്ടുള്ള ഒരു തോരൻ തന്നു. നല്ല ടേസ്റ്റാണ്, തോരനൊക്കെ ടേസ്റ്റാണ്. എനിക്കൊന്നും നല്ല ഹെൽത്തി ഫുഡ് അതിന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ എന്നും വൈകിട്ട് ഞാൻ പറഞ്ഞല്ലോ കോഫി or ചായ എടുക്കാം, വിത്ത് സ്നാക്ക് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം പഴംപൊരി, രണ്ടാമത്തെ ദിവസം ഉഴുന്നുവട, മൂന്നാമത്തെ ദിവസവും പഴംപൊരി, നാലാമത്തെ ദിവസം പരിപ്പുവട തോന്നുന്നു, പിന്നെ മുട്ട ബജി ഉണ്ടായിരുന്നു, മുട്ട ബജി ഓർ പരിപ്പുവട എടുക്കുമായിരുന്നു. പിന്നെ ഇന്നലെ പപ്സ്, ഞാൻ പപ്സ് നിൽക്കുന്ന പറഞ്ഞു, പിന്നെ പപ്സ് പിന്നെ പിന്നെ അവിടെ ആണെങ്കിൽ നമുക്കിപ്പം ക്യാൻറ്റീനിൽ നിന്നാണെങ്കിൽ കഴിക്കാം. നമുക്ക് ബ്രില്യന്റിൽ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്, പാല ബേക്കേഴ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് കടകളുണ്ടല്ലോ. അപ്പൊ അവിടെ നിന്നല്ലേ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മേടിച്ചോണ്ട് പോകാം. നമുക്കിപ്പം നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ ഷോപ്പിംഗ് ഏരിയ ഇല്ല, നമുക്ക് അതുകൊണ്ട് തൊട്ട് ഓപ്പോസിറ്റ് ഒരു സൂപ്പർ മാർക്കറ്റ്, അതുകൊണ്ട് 5 മണി വരെ ഷോപ്പിംഗ് ടൈം തന്നിട്ടുണ്ട്. വേണമെങ്കിലും പോയി മേടിക്കാം. 5 മണിക്കുള്ളിൽ തിരിച്ചു തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 4:30 വരെയാണ് ക്ലാസ് എങ്കിൽ 5 മണി വരെ സമയമുണ്ട്. ഈ 5 മണി എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് അങ്ങ് പോവേ. ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് കഴിയുമ്പോഴേ 10 മിനിറ്റ് ആവും. നമ്മുടെ ആദ്യത്തെ ക്ലാസ് 2nd floor ലായിരുന്നു. ഇന്നത്തെ ക്ലാസ്
മണ്ടകത്തെ ഫ്ലോർ AC റൂമില് 409. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ തന്നെ കുറെ സമയം പോകും. പിന്നെ നമ്മൾ പാലാബൈക്കാസിലൊക്കെ കയറുമ്പോൾ അറിയാലോ തിരക്ക്, പിള്ളേരെന്ന് പറഞ്ഞാൽ എന്തോ ഒരു തിരക്കാണ്. അപ്പം അവിടെ കയറി സാധനം മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് സമയം ശരിക്കും പോകും. എന്നാൽ നമുക്ക് നേരെ പോയി ഹോസ്റ്റലിൽ കയറാനുള്ള സമയം കിട്ടത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ ഇപ്പോൾ സോപ്പ്, ചീപ്പ്, കണ്ണാടി എല്ലാം തൊട്ട് ഓപ്പോസിറ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി മേടിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് എൻ്റെ റൂമിൽ സിംഗിൾ റൂമുകളിൽ ബാത്റൂം ഇല്ല. ഡബിൾ റൂമിലാണ് അല്ലെങ്കിൽ പിള്ളേരുള്ള റൂമിലാണ് ബാത്റൂം വന്നത്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ബാത്റൂം ഇല്ല. തൊട്ടപ്പുറത്തെ റൂമിലെ ബാത്റൂം ആണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എല്ലാവരും പല പല സ്ഥലത്തു നിന്നേ, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും പിന്നെ എനിക്കൊന്ന് 2-3 പേരെ ഉള്ളതെന്ന് തോന്നുന്നു ആലപ്പുഴ. ഞാൻ വേറെ ആരും ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. ബാക്കിയല്ല കൂടുതലും പേരും എനിക്കൊന്ന് കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ ആ ഒരു സൈഡിൽ നിന്നൊക്കെയാണ് കൂടുതലും പേരും. ഇപ്പൊ എന്റെ റൂംമേറ്റ് ആണെങ്കിലും ഒരാൾ കോഴിക്കോട്, ഒരാൾ എറണാകുളം, അങ്ങനെ ഒരേ ജില്ലയിലൊന്നുള്ള അങ്ങനെ ഞാൻ ഒരുപാട് പേരൊന്നും കണ്ടുമുട്ടിയില്ല. പിന്നെ ഞാൻ പുള്ളിൻ്റെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ എന്നെ മനസ്സിലായി, കുറച്ച് പേർക്കൊക്കെ. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്ന്. അപ്പൊ എനിക്കത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് എന്താ ചമ്മലാണോ സന്തോഷമാണോ എന്ന് മനസ്സിലായി. ഞാൻ ചിരിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിരിക്കും. എന്നിട്ട് എനിക്ക് അടുത്ത എന്തോ പറയണമെന്നല്ല, ഞാൻ പേര് ചോദിക്കും, ബാച്ച് ചോദിക്കും, സ്ഥലം ചോദിക്കും. അങ്ങനെ ഇപ്പം ഏകദേശം 10-15 പേര് സന്തോഷം. ഇത്രയും പേര് കണ്ടെന്നറിയുന്ന സന്തോഷം. പിന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവിടെ വെച്ചൊക്കെ കണ്ടുമുട്ടുന്നത്. ഇപ്പം നമ്മുടെ എക്സാം റിവ്യൂ വീഡിയോസിനൊക്കെ ആണെങ്കിലും ഇത്ര 60K 50K അതൊക്കെ വരുന്ന സമയത്ത് ഞാൻ പിള്ളേരെ ഒന്ന് കണ്ടുമുട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ ഇത്രയും പേരെ കണ്ടുമുട്ടിയെന്നുള്ളതിൽ വളരെ സന്തോഷം. പാപ്പ് വേണം സൗണ്ട് ഉണ്ടാക്കി, എന്തെങ്കിലും സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അത് പാപ്പ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാണ് ഇവിടെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹോസ്റ്റലിലോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണാടി അത്യാവശ്യമാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മോൻ നോക്കി ഒരുങ്ങണ്ടേ, അപ്പോൾ കണ്ണാടി ഒന്നും അവിടെ ഇല്ല, നമ്മുടെ ഹോസ്റ്റലിലില്ല. അപ്പം കണ്ണാടി വേണം. ഞാനൊരു വലിയ കണ്ണാടി കൊണ്ടുപോയതാണ്. എൻ്റെ പെട്ടി അതിൻ്റെ ഇടക്കൊന്ന് മറിഞ്ഞു വീണ പെട്ടി കണ്ണാടി പൊട്ടിപ്പോയി, ഒരു കുറെ ക്രാക്കൊക്കെ വീണു. ഇപ്പൊ ഇനി നാളെ പോകുമ്പോൾ മൊത്തം കണ്ണാടി കൊണ്ടുപോകണം. കണ്ണാടി അവിടെ വളരെ അത്യാവശ്യമാണ് ഒരുങ്ങണമെങ്കിൽ. പിന്നെ ഐലൈനറൊക്കെ എഴുതണ്ടേ, അപ്പോൾ അത് കണ്ണാടി വേണം. പിന്നെ എന്താ ഒരു സോപ്പ്, ബക്കറ്റ്. നമുക്ക് തുണി കഴുകാനുള്ള ഏരിയ മുകളിലുണ്ട്, ടെറസിലാണ് തുണി കഴുകാനുള്ള ഏരിയ ഉണ്ട്. അപ്പൊ നമുക്ക് എനിക്കൊന്നൊരു 5-6 കല്ലുണ്ട്. വലിയ കല്ലാണ്, നല്ല വിസ്തരിച്ച് അലക്കൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഒരു തലേന്ന് രാത്രിയിലത്തെയും പിറ്റേന്ന് വൈകിട്ടത്തെയും തുണി, പിന്നെ പിറ്റേന്നത്തെ തുണിയും കൂടെ ഞാൻ പിറ്റേന്ന് വൈകിട്ടാണ് കഴുകിയിടുന്നത്. അങ്ങനെ തലേന്ന് രാത്രി ഇട്ടതും പിറ്റേന്ന് വൈകിട്ടതും. ഈ രാത്രി കണക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രില്യൻ്റിൽ പോയിട്ട് വന്നിട്ട് ഉണ്ടല്ലോ, ബ്രില്യൻ്റിൽ പോയിട്ട് വന്നിട്ട് ഒരു കുളി ഉണ്ടല്ലോ, ആ കുളി കഴിക്കുന്നത്. അപ്പൊ അന്ന് വരെ ഉള്ളത് ഞാൻ അപ്പം നനച്ചിട്ടിട്ട് പിറ്റേന്ന് നനച്ചിടും. അങ്ങനെ പൊക്കോളും. പിന്നെ ഉണങ്ങാൻ കുറച്ച് പാടാം. ഇപ്പൊ മഴയായതുകൊണ്ട് ഉണങ്ങാൻ കുറച്ച് പാടാം. 2 ദിവസം എടുക്കും തുണി ഉണങ്ങാൻ. അപ്പൊ ഞാന് 2 ദിവസം വിരിച്ചിട്ടേക്കും. ഇത് ഷീറ്റ് ഉള്ളതുകൊണ്ട് സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടത്തില്ല, ഇങ്ങനെ ചരിഞ്ഞൊക്കെ വരും. ചരിഞ്ഞ് ഇങ്ങനെ സൈഡിലൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ കിട്ടും, അല്ലാതെ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചുണങ്ങാനില്ല. മാത്രമല്ല ഇപ്പം അവിടെ ഭയങ്കര മഴയാ, എപ്പോഴും മഴയാ. അങ്ങനെ പിന്നെ വെളിയിലാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സ്ഥലമുണ്ട്. ഇപ്പൊ നമ്മുടെ റൂമിന് തൊട്ട് ഫ്രണ്ടിലാണ് കുറെ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. റൂമിന് ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ റൂംസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ആപ്പൂ ഇപ്പൊ റൂം ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്, ഒരു സ്ക്വയർ ഷേപ്പിന്റെ സൈഡുകളാണ് റൂം. ഇത് ഇത്ര സ്പേസ് വേക്കൻറ്റാ. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ കുറെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി രാത്രി പഠിക്കാം, എത്ര മണി വരെ ഇരിക്കാം, എപ്പോൾ വേണേ എണീക്കാം, അതൊന്നും വിഷയമില്ല. ക്ലാസ്സിൽ ചെല്ലണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 7:30 ക്ലാസ്സുള്ള ദിവസമാണ് നമുക്ക് 6:45 ഫുഡ് തരും. എനിക്ക് സത്യത്തിൽ വെളുപ്പിനെ കഴിക്കുന്ന തീരെ ഇഷ്ടമല്ലാത്ത കാര്യം, എണ്ണീട്ടുണ്ടാ കഴിക്കുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു കറക്റ്റ് ഷെഡ്യൂൾ ഇങ്ങനെ കഴിച്ചു പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം 6:45 ദിവസം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് കൃത്യം 1 മണിയൊക്കെ അടുക്കാറാകുമ്പോൾ വിശപ്പോടും. 1:30 ആകുമ്പോൾ അടുത്ത ഫുഡ്. പിന്നെ ഇത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ എന്തുവാ 4:30 or 4 മണി ആ ഒരു സമയമാകുമ്പോൾ ഇത് ചായ, കോഫി ആൻഡ് സ്നാക്സ്. പിന്നെ രാത്രി 7:30 ആകുമ്പോഴത്തേക്ക് 7:30 ആകുമ്പോഴത്തേക്ക് 7 മണിയാണ് ഡിന്നർ. അങ്ങനെയാണ് നമ്മുടെ റൂട്ടീൻ വരുന്നത്. അപ്പൊ കറക്റ്റ് സമയം നമുക്ക് വിശക്കും. അല്ലാതെ ഇപ്പം 10 മണിക്കാണെങ്കിലും 7:30 ഫുഡ്, രാവിലെ 7:30 ഫുഡ് വരുന്നത്. 8:30 ക്ലാസ് എങ്കിലും 7:30 ഫുഡ് വരുന്നത്. അല്ലാതെ 7:30 ക്ലാസ് ഉള്ള ദിവസം നമുക്ക് 6:45 ഫുഡ് വരും. പിന്നെ ഒരു 10-15 മിനിറ്റ് മുമ്പെങ്കിലും ക്യാമ്പസിൽ ചെല്ലണം, ഇല്ലെങ്കിൽ നമുക്ക് സീറ്റ് നമ്മൾക്ക് വിചാരിക്കുന്ന സീറ്റ് എടുത്തില്ല. ഇതുവരെ എനിക്ക് ഫ്രണ്ടിലോട്ട് വരെ ആക്സസും കിട്ടിയിട്ടില്ല. ഒരു 4-5 ബെഞ്ച് പുറകിലേ നമുക്ക് എപ്പോഴും സീറ്റ് കിട്ടുന്നുള്ളൂ, കാരണം പിള്ളേർ നേരത്തെ പോയി ഇരിക്കും. ഓക്കെ, അപ്പൊ നീറ്റിന്റെ ബാച്ച് കഴിഞ്ഞ ദിവസം തുടങ്ങി. നമ്മളിപ്പോ ജെയുടെ ബാച്ച് നമുക്ക് എത്രയാ മെയ് 19 ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത്. പിന്നെ ജൂൺ 9 ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോ ജൂൺ 15 15 14 തോന്നുന്നു ആയി.
പിന്നെ എന്തുവാ ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് 3 ചാപ്റ്റർ തീർത്തിട്ടില്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മാത്രമേ തീർത്തുള്ളൂ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പിന്നെ എങ്ങനെയുണ്ട് ക്ലാസ്സുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലാസ്സുകളാണ്. ഇപ്പം ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും എല്ലാം നല്ല ക്ലാസ്സാണ്. പക്ഷെ ഇപ്പം മാത്സിന്റെ കേസിൽ എനിക്ക് വന്നൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്സ് എനിക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയോ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എക്സ് ഇസ് ഈക്വൽ ടു -b+1 -√b²-4ac/2 അത് അത്രയും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് വരത്തുള്ളൂ. പിന്നെ അല്ലെങ്കിൽ x-a × x-b=0 അങ്ങനെ ഒരു പോളിനോമിയൽ പോലെ വരത്തുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ റൂട്ട്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആൽഫ ആൻഡ് ബീറ്റ ദ റൂട്ട്സ്. പിന്നെ ഈ റൂട്ട് ഓരോ ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. പിന്നെ റൂട്ട് കണ്ടുപിടിച്ചിട്ട് പുതിയ ഇക്വേഷൻ ഉണ്ടാക്കാൻ. അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയൊരു സംഭവം, എനിക്ക് പുതിയൊരു അറിവായതില്ല. അപ്പൊ കുറച്ച് ഡെപ്തിലാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെതായിട്ട് മാത്സിന് എനിക്ക് കുറച്ച് കുഴപ്പം തോന്നി. ബാക്കി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണെങ്കിൽ പുതിയ കൺസെപ്റ്റുകളൊക്കെ പഴയ കൺസെപ്റ്റുകൾ തന്നെ ആണെങ്കിലും അതിൽ നിന്ന് പുതിയത് പഠിക്കുന്നതേ ഉള്ളൂ. പക്ഷെ മാത്സ് എനിക്ക് ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. റൂട്ട്സ് എന്ന് പറഞ്ഞാൽ പിന്നെയാണ് മനസ്സിലായത്. ഇപ്പം എന്തുവാ നമ്മളിപ്പം x-a × x-b ആ എയും ബിയും ആണ് റൂട്ട്സ് എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. അപ്പൊ എന്റെ വിചാരം റൂട്ട്സ് വേറെ എന്തോ സാധനമാണ്. അപ്പൊ പിന്നെ എന്റെ റൂംമേറ്റ് തന്നെയാണ് പറഞ്ഞൊക്കെ തന്നെ ഇന്ന സാധനമാണ് ഇതെന്ന്. നമുക്കിപ്പം ഓരോ ക്ലാസ് വരുന്നത് 2-2.5 മണിക്കൂർ ഇതാണ് ഓരോ പീരീഡ് വരുന്നത്. ഇപ്പം ഫുൾ ഡേ ക്ലാസ് ഉണ്ടെങ്കിൽ 2-2.5 മണിക്കൂർ വരുന്നത്. ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇത് ഓരോ പീരീഡൊക്കെ ചിലപ്പോൾ സെറ്റ് ചെയ്തിടും. എനിക്കിപ്പം ലാസ്റ്റ് വെള്ളിയാഴ്ചത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഓരോ മണിക്കൂർ ഇത് വരുന്നു ഓരോ പീരീഡ്. ഇങ്ങനെ ഇപ്പൊ നമുക്ക് എടുത്തോണ്ടിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, പിന്നെ എന്തുവാ ഇതായിരുന്നു കൈനമാറ്റിക്സ്, പിന്നെ ഒരെണ്ണം കൂടെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അത് 3 വീക്ക്ലി എക്സാമിനുള്ളത്. ഇപ്പൊ എല്ലാ മൺഡേയും വീക്ക്ലി എക്സാം ഉണ്ട്. ഈ 3 ചാപ്റ്റേഴ്സ് വീതം, ഓരോ 3 ചാപ്റ്റേഴ്സ് വീതം. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇപ്പോൾ പഠിപ്പിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇപ്പൊ എക്സാം ഇല്ല, ബാക്കി 3 ഇപ്പൊ എക്സാം ഉള്ളത്. അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ ബാച്ച് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ല അടുത്ത ബാച്ച് പഠിപ്പിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ എനിക്ക് 81 പിള്ളേരും കണ്ടുള്ളേ. എല്ലാവരും ഒന്നും അറിയത്തില്ല, എനിക്ക് കുറച്ച് പേരെ മാത്രമേ അറിയത്തുള്ളൂ, വേണ്ടിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ 81 പേരെന്ന് പറയുമ്പം അത്യാവശ്യം വലിയ ക്ലാസ് ആണ്. അപ്പം ഇങ്ങനെ 3 റോ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ സ്കൂളിലൊക്കെ 2 സൈഡില് അല്ലേ, ഓരോ ബാച്ചിനും ഓരോ ടീച്ചേഴ്സ് ആണ് വരുന്നത്. ഇപ്പൊ എന്റെ ബാച്ചിൽ പഠിപ്പിക്കുന്നവരല്ല അടുത്ത ബാച്ചിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ അപ്പം പിന്നെ ഓരോ ചാപ്റ്റേഴ്സും ഓരോ ടീച്ചേഴ്സ് ആണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മള് കൈനമാറ്റിക്സ് ആണെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണെങ്കിലും ഫിസിക്സ് തന്നെയാണ്, പക്ഷെ 2 ടീച്ചേഴ്സ് ആണ് പഠിപ്പിക്കുന്നത്. ഓരോ പീരീഡ് മാറി മാറിയൊക്കെയാണ് വരുന്നത്. ഇപ്പം തലേന്ന് നമുക്ക് നേരത്തെ ടൈം ടേബിൾ പറയും. നിങ്ങൾക്കിപ്പോൾ ഉച്ചവരെയാണ് ക്ലാസ് എങ്കിൽ പറയും, നേരത്തെ തലേന്ന് തന്നെ പറയും. ഉച്ച കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് നിങ്ങൾ ഇന്ന് പഠിച്ചോണം അങ്ങനെ ചെയ്യണമെന്നൊന്നും പറയാൻ ആരും വരത്തില്ല. നമ്മൾ പഠിക്കേണ്ടവരാണ് പഠിക്കും, അങ്ങനെ എന്താ പറയുള്ളൂ. അപ്പൊ ഈ ഒരാഴ്ച എനിക്ക് അവിടെ സെറ്റ് ആവാൻ കുറച്ച് സമയം വേണമായിരുന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പിന്നെ സെറ്റ് ആവാൻ കുറച്ച് സമയം വേണമായിരുന്നു. അപ്പൊ ഞാനിപ്പം ഇതൊന്ന് പഠിച്ചോണ്ടിരിക്കുക ഈ 2 ദിവസം കൊണ്ട്. കാരണം അറിയാമല്ലോ മറ്റേനാള് എക്സാംസ് വരിക. അപ്പം ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. എന്നാലും നമുക്ക് പറ്റുന്നതിന്റെ ബെസ്റ്റ് കൊടുക്കുക. കുറച്ച് ടഫാണ്. സിമ്പിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സിമ്പിൾ ആണെന്ന് പറയത്തില്ല, കുറച്ച് ടഫാണ്. അത് കവർ ചെയ്തെടുക്കാൻ കുറച്ച് സമയം വരും. കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ഇസ് കമ്പാരിറ്റീവ്ലി ഈസിയർ ദാൻ മാത്സ് അങ്ങനെ പറയാം. മാത്സ് എനിക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി ടഫ് തോന്നി. ഇങ്ങനെ ഡെപ്തിൽ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ റൂമിന്റെ വീഡിയോ അടുത്തായിട്ട് കൊടുത്തേക്കാം. സോ നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് തിരിയുമ്പോൾ തൊട്ടേ കുറച്ചങ്ങോട്ട് പോകുമ്പോഴേ ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റൽസ് അതാ ഈ കാണുന്നത്. തമസ ഗ്രാൻഡ് എന്ന് പറയുന്നത് ബോയ്സ് ഹോസ്റ്റലാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അതാണ്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റൽസ് എല്ലാം അത്യാവശ്യം നടക്കാൻ പറ്റുന്ന ദൂരത്തിലൊക്കെ തന്നെയാണ്. പിന്നെ ബസ്സിൽ വരുന്ന കുട്ടികളുണ്ട് ഒരുപാട് പേര്. കുറച്ച് അങ്ങോട്ട് നീങ്ങിയുള്ള ഹോസ്റ്റൽസ് ഇതാണ് ഇ ബ്ലോക്ക് എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എ ബ്ലോക്ക്, അത് ഞങ്ങളുടെ ക്ലാസ് ഉള്ളത്. പിന്നെ അകത്ത് ബിയും സിയും ഉണ്ട്. പിന്നെ ബ്രില്യൻറ്റിൽ നിന്ന് എ ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഈ ഒറ്റ മതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എമറാൾഡ് ഹോസ്റ്റലാണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ബ്ലൂബെൽസ്. ആ നീല കളർ കാണുന്നതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ കേട്ടോ. അപ്പം അത്യാവശ്യം വലിയൊരു ഹോസ്റ്റൽ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ആണ് എമറാൾഡ് ഹോസ്റ്റൽ. അതിൻ്റെ ഈ സൈഡിൽ നിന്നകത്തോട്ട് പോകുമ്പോഴാണെന്ന് തോന്നുന്നു പേൾ ഹോസ്റ്റൽ. അപ്പം ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ ബ്ലൂബെൽസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റഡി ഏരിയ പോലെ ഉണ്ടല്ലോ, ഇതാണ് ഏരിയ. ഇത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ദിവസം എടുത്താൽ കേട്ടോ. സോ ബ്ലൂബെൽസിൻ്റെ ഇങ്ങനെ എൻട്രൻസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് നമ്മുടെ റൂം. വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, ആളുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മുടെ റൂം. ഇങ്ങനെ റൂമിൻ്റെ എൻട്രൻസ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കാണിക്കാം. അപ്പം ഇങ്ങനെ റൂം വരുന്നത്. 2 സ്റ്റഡി ടേബിളുണ്ട്. പിന്നെ ഒരു കബോർഡുണ്ട്. കബോർഡിൽ ഇതാണ് എൻ്റെ കബോർഡ്, 7B1 എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള കബോർഡാണ്, ബുക്ക് വെക്കാനാണ്. അങ്ങനെ 3 ടയറുള്ള കബോർഡ്, 3 ലെയറുള്ള കബോർഡ്.
ഇത് താഴോട്ടുള്ളത് രണ്ട് ലെയറാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇതാണ് എൻ്റെ റൂം, ഇത് ബാക്കി 2 പേരുടെ റൂം. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഹോള് വരുന്നത്. ഫ്ലാറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞല്ലോ, അപ്പം ഒരു ഹോള് പോലെ 2 റൂം. അപ്പം ആ ഹോളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് റൈറ്റ് സൈഡിലുള്ളതാണ് എൻ്റെ റൂം, അതായത് സിംഗിൾ റൂം. അപ്പം നമുക്ക് റൂമിലോട്ട് കയറി നോക്കാം. റൂമിലോട്ട് കയറി നോക്കുന്ന സമയത്ത് ഇതെല്ലാം ഞാനിപ്പോൾ വന്നിട്ട് എടുത്ത് വെച്ച സാധനങ്ങളാണ്. ഇപ്പം അങ്ങോട്ട് വന്നേ ഉള്ളൂ. നോക്കുമ്പം ഇങ്ങനെ ഒരു ബെഡൊക്കെ നമ്മൾ മേടിച്ചിട്ട് വരണം. കട്ടിൽ മാത്രം, കട്ടിൽ, ഒരു ടേബിള്, ഒരു ചെയർ, അത്രയും കാണും. പിന്നെ ഫാനുണ്ട്, ലൈറ്റുണ്ട്, 2 സൈഡിൽ ഹുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹാങ്കർ അതിൽ തൂക്കിയിട്ട് ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ഇടാം. പിന്നെ ജനലുണ്ട്. അങ്ങനെ ഒരു നൈസ് റൂം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, സിംഗിൾ റൂം ആയതുകൊണ്ടായിരിക്കും അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. ബാത്റൂം അപ്പുറത്താണ്. ബാത്റൂം ചെറിയ ബാത്റൂമാണ്, പക്ഷേ നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം. ഇങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. ചെറിയ ബാത്റൂം, ഒരാൾക്ക് നിൽക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഇപ്പുറത്തെ റൂമെന്ന് ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ കാണിക്കുന്നില്ല. അപ്പം അങ്ങനെ 2 ബെഡ്, ഒരു ഫാന്, ഡസ്റ്റ്ബിൻ അവർ കൊണ്ടുവന്നതൊന്നും അറിയത്തില്ല, ഞാൻ ആരെയും കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ റൂം വരുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞോട്ട് തന്നെ സിംഗിൾ റൂം ആയതുകൊണ്ട് നമുക്ക് ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ല. വ്ളോഗ് എടുക്കാം, അത്യാവശ്യത്തിന് സമയം കിട്ടുമല്ലോ. 3 ദിവസം ഓരോ മണിക്കൂർ വീതം കിട്ടുമല്ലോ, അപ്പോൾ വേണമെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാം. ഓക്കെ, അപ്പം ഇനി ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. ഞാൻ ജസ്റ്റ് ബെഡ് ഇട്ടതേ ഉള്ളൂ, ഞാനല്ലേ ബെഡിട്ട് തന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഞാനെല്ലാം അടുക്കി വെച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇനി നമുക്ക് സെറ്റപ്പ് ചെയ്യണം. അപ്പം ഞാൻ ഇത് ലോണ്ടറി ബാസ്ക്കറ്റ് ഒരെണ്ണം മേടിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തുണി ഇടുന്നത്, അപ്പം നനയ്ക്കാനുള്ള തുണി ഞാൻ വെച്ചാൽ അതിലും ഇട്ട് വെക്കാം. അല്ലാതെ ഉള്ള തുണി, നല്ല വീട്ടിലിടുന്ന തുണി ഇതിലിട്ട് വെക്കാം. ഇതാ ഞാൻ പറഞ്ഞ ചെറുത്, ഈ ചുളിഞ്ഞിരിക്കുന്നുണ്ടാ തീരെ ചെറുതായിട്ട് വന്നേ. പിന്നെ ബുക്കുകൾ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് അടുക്കി വെക്കാം. അപ്പം ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഡെസ്കൊക്കെ ഒന്ന് സാനിറ്റൈസർ അടിച്ച് ശരിക്കും തുടച്ചു. ഇപ്പം വെള്ളമൊന്നും എടുത്ത് തുടയ്ക്കാൻ തോന്നിയില്ല. ഞാൻ വെച്ച് സാനിറ്റൈസർ അടിച്ച് തന്നെ തുടയ്ക്കാതാകുമ്പോൾ പൊടിയൊക്കെ ഇങ്ങ് വരും, നല്ലൊരു സ്മെല്ലും കിട്ടും. പിന്നെ എനിക്ക് ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ ചെറുതായിട്ട് വൃത്തിയുടെ അസുഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊടിയൊക്കെ കണ്ടു കഴിയുമ്പം പിന്നെ നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റി പോകുമെന്നുള്ള ഒരു ചെറിയ അങ്ങനത്തെ തോന്നലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വെച്ച് ആദ്യമേ ബാക്കിയെല്ലാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതങ്ങ് ക്ലീനാക്കാം. അത് ക്ലീനാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചത്. പിന്നെ അമ്മയാണ് കേട്ടോ എൻ്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്തത്. അപ്പം പാക്ക് ചെയ്തപ്പോൾ തന്നെ ഒരേ കാറ്റഗറി സാധനങ്ങൾ എല്ലാം ഒരുമിച്ചാണ് വെച്ചത്. അപ്പം പൗച്ചിനകത്ത് തന്നെ പേന, പെൻസില്, അതുപോലെ സ്റ്റിക്കി നോട്ട് എല്ലാം കുറച്ച് വലിയ പൗച്ചാണ് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം വെക്കാനുള്ളതെല്ലാം അതിനകത്ത് തന്നെ കൊള്ളുന്നുണ്ടായിരുന്നു, ഗം അങ്ങനെയുള്ള എല്ലാം. സോ അതെല്ലാം എടുത്ത് വെക്കാൻ ഓരോ സാധനങ്ങളും എവിടെയാണെന്ന് തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടൊന്നും വന്നില്ല. പിന്നെ ചെന്ന ഉടനെ ഞാൻ ഫുഡ് കഴിച്ച കാര്യം പറഞ്ഞില്ല, അപ്പോൾ ഉച്ചയ്ക്ക് ഇതാണ് ഫുഡായിട്ട് കഴിച്ചത്. ഫോണുള്ളതുകൊണ്ട് ഫോട്ടോ എടുത്ത് വീട്ടിൽ അയച്ചു കൊടുത്തത്. വൈകിട്ടാണെങ്കിൽ പഴംപൊരിയും പിന്നെ കോഫിയാണ് ഞാൻ എടുത്തത്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ മൊത്തത്തിലൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. സൗണ്ട് കേൾക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്, ഇവിടെ ബാക്കിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ വന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 7:10 ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളിവിടെ ഒരു 9:30 ആയപ്പോഴത്തേക്ക് എത്തി. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിയാൻ കയറി, അതുകൊണ്ട്. പിന്നെ ഇവിടെ എത്തിയിട്ട് നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഒരു ഫോം തന്നു ഫില്ല് ചെയ്യാൻ. അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. അതിൽ നമ്മുടെ പേരൻറ്റിൻ്റെ നമ്പർ, അങ്ങനെ നമ്മളെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ്, ഇപ്പം കീമോ ചെയ്യോ എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജിലൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ഇത്. അപ്പം അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ലോട്ട് എടുക്കേണ്ട സമയം വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ ഈ ക്യാഷ് അടയ്ക്കാൻ ഇരിക്കുമ്പോൾ കേട്ടോ. അപ്പം ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പം ഞാൻ കണ്ണടച്ചിട്ട് ലോട്ട് എടുത്തു. അപ്പം മടക്കിയിട്ടേക്കുമായിരുന്നു, ഇങ്ങനെ ഇതാ ലോട്ടാണ്. അപ്പം മടക്കിയിട്ടേക്കുമായിരുന്നു അങ്ങനെ കുറേ പേപ്പറുകൾ. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7B1, ഇങ്ങനെ 7B1 ആണ് കിട്ടിയത്. അപ്പം ഞാൻ ചോദിച്ചു ഇത് എത്ര പേരുള്ള റൂമാണ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്തപ്പോഴേ ഞാൻ ചോദിച്ചായിരുന്നു എത്ര പേരുള്ള റൂമാണ് ഓരോ ഹോസ്റ്റലിലും വരുന്നത്, ഓരോ ഇതിലും വരുന്നതെന്ന്. അപ്പം പറഞ്ഞു അത് 3, 2, 3, 4 അങ്ങനെ വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചു എത്ര പേരുള്ള റൂമായിരുന്നു. അപ്പം പറഞ്ഞു ഇത് ഒരു ഫ്ലാറ്റ് സിസ്റ്റമാണ് ഇവിടുത്തെ. എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാ റൂമും ഫ്ലാറ്റ് സിസ്റ്റം തന്നെയാണ്. ഫ്ലാറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ ആ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയാണ് ഒരു ഹോൾ പോലെയുണ്ട്, അതുപോലെ 2 റൂം, ഒരു ബാത്റൂം, അങ്ങനെ. അപ്പം ആ ടീച്ചർ പറഞ്ഞു ഫ്ലാറ്റ് സിസ്റ്റമാണ്, അതിലെ സിംഗിൾ റൂമാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് സന്തോഷമായി. സിംഗിൾ റൂം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ കാരണം എനിക്ക് ചെറിയ കൺസേൺസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പം സത്യത്തിൽ ഞാൻ രാവിലെ അലാറം വെച്ച് എണീക്കുന്ന ആളല്ല. എന്നെ അമ്മയാണ് വിളിക്കുന്നത് മിക്കവാറും.
അപ്പം അലാറം വെച്ച് കഴിഞ്ഞാലും ഇനിയിപ്പോൾ അലാറം വെക്കാതെ എണീക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ നല്ല സൗണ്ടുള്ള ഒരു അലാറം നോക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് അടിക്കുമ്പോൾ അത് അടുത്ത ആളിപ്പം എൻ്റെ കൂടെ ഉള്ള ആൾ രാത്രി വരെ ഇരുന്ന് പഠിക്കുന്ന ആളാണെങ്കിൽ അയാൾക്കും അത് ബുദ്ധിമുട്ടാവും. അതുപോലെ എന്താ നമുക്കിപ്പോൾ എനിക്ക് ഇൻ കേസ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് നാണക്കേടാം, ചമ്മല ആരെങ്കിലും ഇരിക്കുമ്പോൾ. അപ്പം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷേ സിംഗിൾ റൂമാന്ന് പറഞ്ഞാൽ ഇപ്പം അത് എല്ലാം ഒന്ന് ഒഴിഞ്ഞു കിട്ടി. അപ്പം എന്നിട്ട് ഞാൻ റൂമിലോട്ട് വന്നു. റൂം ഞാൻ നിങ്ങളെ ഇപ്പം വീഡിയോ കാണിച്ചല്ലോ, അതുകൊണ്ടാണ് റൂമിരിക്കുന്നത്. ഇപ്പം രാവിലെ ഞാൻ വന്നിട്ട് റൂമെല്ലാം സെറ്റപ്പാക്കി കഴിച്ചിട്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ വന്നിട്ട് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈസായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. എനിക്ക് ശരിക്കും ഒരുപാട് സൗകര്യമൊന്നും വേണമെന്നില്ല, എന്നൊരു കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം വേണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം തന്നെയാണ്, വേറെ ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ല ഇങ്ങനെ. അപ്പം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും റൂമൊന്നും മാറി കയറുന്നൊന്നുമില്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ റൂം അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ റൂമിലാണ് ഇത് ടേബിൾ, എനിക്ക് വേണ്ടിയിട്ടുള്ള ടേബിൾ എൻ്റെ റൂമിലുണ്ട്. പക്ഷേ മറ്റേ ഡബിൾ റൂം ഉള്ളവർക്കാണെങ്കിൽ അവർ ആ ഹോളിലാണ് അവരുടെ ടേബിൾ. അതൊരു കബോർഡ് എല്ലാവരുടെയും ഹോളിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ ബുക്കെല്ലാം ഞാൻ കൊണ്ട് കബോർഡിൽ വെച്ചു, കാരണം എല്ലാം കൂടെ വെക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ ഞാൻ ഇപ്പം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ചെറിയത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഹുക്ക് ഉണ്ടായിരുന്നു, ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അതിലൂടെ ഞാൻ ഹാങ്കർ ഇട്ടിട്ട് അതിൽ ഇട്ടുകൊണ്ട് വന്ന തുണി ഇട്ടു, രാവിലെ തന്നെ ഇട്ടു. എന്നിട്ട് അങ്ങനെ അപ്പം ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈസ് സ്ഥലമാണ്. ഫുഡാണെങ്കിലും ആൾക്കാരാണെങ്കിലും എല്ലാം അത്യാവശ്യം നമ്മുടെ അടുത്ത് എല്ലാവരും ചിരിച്ചോണ്ടാണ് ഇടപെടുന്നത്. അപ്പം എനിക്ക് ഇതുവരെ ഇവിടെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് താമസിയാതെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.